ഞാൻ ഷിനാസ് സാറിൻ്റെ 1-on-1 ചിരിക്കുമ്പോൾ സാർ പറയാൻ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഓക്കെയാണ്. പക്ഷേ പിയർ മോക്ക് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ഓൾമോസ്റ്റ് ഡെയിലി ഞങ്ങൾ ഇരിക്കുമായിരുന്നു. എസ്പെഷ്യലി ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫുൾ ഒരു കൺഫ്യൂഷനാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു അതിലൊരു ട്രസ്റ്റ് ഉണ്ടാവുക എന്നുള്ള ഇമ്പോർട്ടൻ്റ് ആണ്. ഹായ് ഓൾ, ദിസ് ഇസ് ഷിനാസ്. ഇന്ന് എൻ്റെ ഒപ്പം ഉള്ളത് ഹെമയാണ്. ഹെമ തിരുവല്ല സ്വദേശിയാണ്. ഹെമ ഗ്രാജുവേഷൻ പഠിച്ചത് അസംഷൻ കോളേജിലാണ്. ഇത്തവണത്തെ റാങ്ക് ലിസ്റ്റിൽ 569 റാങ്കാണ് ഹെമ നേടിയിരിക്കുന്നത്. ഹെമ, കൺഗ്രാജുലേഷൻസ്. താങ്ക് യു സർ. ഈ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഇത്രയും വലിയൊരു വിജയം, അതും ഈ തവണത്തെ സിവിൽ സർവീസ് റിസൾട്ടിൽ കേരളത്തിലെ ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള റിസൾട്ട് ഹേമയുടേതാണ്. സോ ഈ ഒരു അവസരത്തിൽ ഹേമയ്ക്ക് എന്താണ് തോന്നുന്നത്, ഇത്രയും 22-ാം വയസ്സിൽ ഇങ്ങനെ ഒരു വിജയം നേടിയപ്പോൾ? സന്തോഷമുണ്ട്. ആക്ച്വലി ഇപ്പോൾ റിസൾട്ട് വന്ന് കുറേ റെസ്പോൺസ് ഒക്കെ കിട്ടുമ്പോൾ എല്ലാവരും ഇങ്ങനെ മെസ്സേജ് ഒക്കെ അയച്ച് എല്ലാവരും ഭയങ്കര കൺഗ്രാജുലേറ്റ് ഒക്കെ ചെയ്യുമ്പോൾ സന്തോഷമുണ്ട്. ഓക്കെ. സോ ഹേമയുടെ ജേണി കുറച്ച് ഡിഫറെൻ്റ് ആണ്. ബാക്കി കുട്ടികളെ പോലെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നിരുന്ന് പഠിച്ചോ അല്ലെങ്കിൽ റീഡിംഗ് റൂം എടുത്ത് പഠിച്ചോ അല്ല ഹേമ കുറച്ചുകൂടി ഹേമയുടെ കംഫർട്ട് ആയിട്ടുള്ള സോണിലിരുന്ന് പക്ഷേ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് പഠിച്ചത്. സോ ആ ഒരു കാര്യത്തെക്കുറിച്ച് പറയാം. ഞാൻ ആക്ച്വലി ആദ്യം കുറച്ച് ടൈം റീഡിങ് ഹാളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. പക്ഷെ സെറ്റായില്ല. പിന്നെ അവസാനം ഹോസ്റ്റലിൽ തന്നെ ഇരുന്നായിരുന്നു പഠിക്കുന്നത്. അപ്പോൾ എനിക്ക് അവിടെ ഒരു പീസ്ഫുൾ എൻവയോൺമെൻറ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് പഠിക്കാൻ അവിടെ ഒരു പറ്റുന്നതുകൊണ്ടാണ് അവിടെ നിന്ന് പഠിച്ചത്. ഇപ്പോൾ ഹോസ്റ്റലിലുള്ളവരാണെങ്കിലും ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു. മെയിൻസിൻ്റെ ടൈമിലൊക്കെ എല്ലാവരും ഭയങ്കര കോപ്പറേറ്റീവ് ആണ്. ഡിസ്റ്റർബ് ചെയ്യാതെ അവർ ഇരുന്നോളായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് റൂമിലിരുന്ന് പഠിക്കാൻ പറ്റിയത്. പണ്ട് തൊട്ട് ഇപ്പം വീട്ടിലാണെങ്കിലും ഞാൻ എൻ്റെ റൂമിൽ അവിടെ തന്നെ ഇരുന്ന് ഇങ്ങനെ പഠിക്കുന്നൊരു ശീലം ഉള്ളതുകൊണ്ട് എനിക്കത് കംഫർട്ടബിൾ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ വീട്ടിൽ തന്നെ ഇരുന്ന് പഠിച്ചത്. പിന്നെ ഹേമയുടെ ഓപ്ഷണൽ, ഇപ്പം ഒരുപാട് കുട്ടികൾ ഓപ്ഷണൽ എടുക്കുമ്പം ഞാൻ പഠിച്ച സബ്ജക്റ്റ് തന്നെ എടുക്കണോ അല്ലെങ്കിൽ ഏറ്റവും സ്കോറിംഗ് ആയിട്ടുള്ള ഒരു ഓപ്ഷനിൽ എടുക്കണോ, അങ്ങനെയുള്ള പല കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ ജനറലി പറയപ്പെടുന്ന ഒരു റൂള് നിങ്ങൾക്കതിലൊരു ഇൻട്രസ്റ്റ് ഉണ്ടോ അല്ലെങ്കിൽ ഒരു എക്കോസിസ്റ്റം അവിടെ ഉണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൺസിഡർ ചെയ്താണ് ഒരു ഓപ്ഷനിൽ എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഹേമ ഈ ഒരു ഓപ്ഷണൽ റൈറ്റായിട്ട് എടുത്തുകൊണ്ടാണ് റാങ്ക് ലിസ്റ്റിൽ എത്താൻ പറ്റിയത്. അപ്പോൾ അതെങ്ങനെയാണ് കറക്റ്റായിട്ട് ചൂസ് ചെയ്തത്? ഓപ്ഷണലിൻ്റെ കാര്യത്തിൽ ഡെഫിനറ്റ്ലി നമ്മുടെ ഇൻട്രസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യേണ്ട ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ ഒന്ന് ഇൻട്രസ്റ്റ് ആയിരുന്നു. അതുപോലെ വേറൊരു കാര്യം വെച്ചാൽ റിസോഴ്സസ് അവൈലബിൾ ആണോ ഉള്ളൊരു പ്രാക്ടിക്കൽ കൺസിഡറേഷൻ കൂടെ നോക്കണം. ഇൻട്രസ്റ്റ് മാത്രം വെച്ച് നമുക്കത് റിസൾട്ടിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ പ്രോപ്പർ റിസോഴ്സ് കിട്ടുന്നുണ്ടോ എന്നുള്ളതൊരു കാര്യമാണ്. അതേപോലെ തന്നെ റിട്ടേൺ റേഷ്യോയുടെ കാര്യം, ചിലതിന് അധികം സ്കോറിങ് ആയിരിക്കില്ല. അത് നമ്മളുടെ റിസർച്ച് അനുസരിച്ചാണ് നമുക്കതിലൊരു കൺക്ലൂഷൻ എത്താൻ പറ്റുള്ളൂ. പിന്നെ നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ്, അതായത് ചിലർക്കിപ്പോൾ ഒരു സോഷ്യൽ സയൻസ് റിലേറ്റഡ് സബ്ജക്റ്റ് എടുക്കാൻ അത്ര കംഫർട്ടബിൾ ആയിരിക്കില്ല. എസ്പെഷ്യലി ഇപ്പോൾ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് ചിലപ്പോൾ ലോങ് ആൻസേഴ്സ് എഴുതാൻ മടിയായിരിക്കും. അങ്ങനത്തെ ഓരോരുത്തരുടെയും യൂണീക്കായിട്ടുള്ള ആപ്റ്റിറ്റ്യൂഡ് നോക്കിയിട്ട് വേണം ഓപ്ഷണൽ ചൂസ് ചെയ്യാൻ. സോ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എനിക്ക് ഹേമയോട് ചോദിക്കാനുള്ളത്, ഫസ്റ്റ് അറ്റംപ്റ്റിൽ ക്രാക്ക് ചെയ്യാന്ന് വെച്ചാൽ അത് എല്ലാവർക്കും മനസ്സിലാവില്ല അത് എത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത് എത്ര വലിയൊരു അച്ചീവ്മെൻ്റ് ആണെന്നുള്ളത്. സോ ഒരു ആദ്യത്തെ തവണ ഈ എക്സാമിന് അറ്റംപ്റ്റ് കൊടുക്കുമ്പോൾ ഒരു ആസ്പിരൻറ്റിൻ്റെ മുന്നിൽ ഉള്ള ഏറ്റവും വലിയ ചലഞ്ച് വാട്ട് ടു ഡു എന്നതിനേക്കാളും വാട്ട് നോട്ട് ടു ഡു എന്നതാണ്. അപ്പം അതെങ്ങനെയാണ് ഹേമ ആ ഒരു ഫോർമുല വളരെ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തത്? അതിൽ എസ്പെഷ്യലി ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫുൾ ഒരു കൺഫ്യൂഷനാണ്. എവിടോട്ട് പോകണം, എന്ത് ചെയ്യണം എന്നുള്ളൊരു ഫുൾ കൺഫ്യൂഷനാണ്. അപ്പോൾ ഒരു കാര്യം, ഒരു റൈറ്റ് കോച്ചിങ് അല്ലെങ്കിൽ റൈറ്റ് മെൻറ്റേഴ്സിനെ കിട്ടുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ആദ്യത്തെ ഒരു സ്റ്റേജിൽ. അപ്പോഴാണ് നമുക്കൊരു കറക്റ്റ് വേയിലേക്ക് പോകാൻ പറ്റുന്നത്. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു അതിലൊരു ട്രസ്റ്റ് ഉണ്ടാവുക എന്നുള്ള ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഒരു ടെസ്റ്റ് എടുക്കുന്നു, പിന്നെ ആങ്സൈറ്റി തോന്നി ഒരുപാട് ടെസ്റ്റ് എടുക്കുന്നു, അങ്ങനെ ചെയ്യാതെ നമ്മൾ ട്രസ്റ്റ് ചെയ്യുക ഒരു പ്രോസസ്സിൽ എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് കാര്യങ്ങളുടെ പുറകെ, ഒരുപാട് മെറ്റീരിയൽസിൻ്റെ പുറകെ പോകാതെ സ്റ്റാറ്റിക് ആയിട്ടുള്ള പോർഷൻസിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലൊരു കാര്യമാണ് നമ്മളെ സ്വയം മനസ്സിലാക്കുക എന്നുള്ളത്. ഇപ്പോൾ നമുക്ക് എന്താണ് ബുദ്ധിമുട്ട് അല്ലെങ്കിൽ നമുക്ക് എന്താണ് എളുപ്പമുള്ളത് നമ്മൾ അറിയുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ എൻ്റെ കാര്യത്തിൽ എനിക്ക് ഇക്കണോമിക്സ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അപ്പോൾ എനിക്ക് അതിൽ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്താൽ മതി. പക്ഷേ എനിക്ക് ഡിഫിക്കൽട്ടായിട്ടൊരു സബ്ജക്റ്റാണ്, ഞാൻ അതിലേക്ക് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യണം. ഇപ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ കാര്യം എടുക്കുകയാണല്ലോ, ഇപ്പോൾ ഞാൻ ഷിനാസ് സാറിൻ്റെ 1-on-1 ചിരിക്കുമ്പോൾ സാർ പറയാൻ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഓക്കെയാണ്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് അത് ഓക്കെ ആണെന്ന് സാർ പറയുമായിരുന്നു. അപ്പോൾ ഞാൻ അതിലേക്ക് അധികം ടൈം കൊടുക്കില്ല. ബട്ട് സാർ പറഞ്ഞാൽ എൻ്റെ കണ്ടൻറ്റാണ് കൂടുതൽ ബിൽഡ് ചെയ്യേണ്ടത്, ഡാഫിലേക്ക് കൂടുതൽ പഠിക്കണം, അതായിരുന്നു സാർ പറഞ്ഞത്. അപ്പോൾ ഞാൻ അതിലേക്കായിരുന്നു കൂടുതൽ ഫോക്കസ് ചെയ്തത്. അപ്പോൾ ഒരു ഒപ്റ്റിമൈസേഷൻ ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. പിന്നെ നമ്മുടെ ഐലാൻഡ് ഇത്തവണത്തെ ഏറ്റവും വലിയ സക്സസ് ആയിട്ടുണ്ടായിരുന്നത് പിയർ മോക്ക് എന്നുള്ള സെഷനാണ്. 4 പേരുള്ള ഗ്രൂപ്പുകളിൽ നിന്ന് 3 പേര് വരെ ക്ലിയർ ചെയ്ത
ഗ്രൂപ്പുകളുണ്ട്. അപ്പം ആ ഒരു പിയർ മോക്ക് എക്സ്പീരിയൻസ്, പ്രത്യേകിച്ച് ഹേമ ഒരു ഫസ്റ്റ് പീരീഡിൽ ഇനീഷ്യൽ പീരീഡിൽ ഇൻ്റർവ്യൂവിന് പോയ ആളാണ്. അപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റുമായിരുന്നു, ഇനീഷ്യൽ പീരീഡിൽ ഇൻ്റർവ്യൂവിനും പോയി. അപ്പം പിയർ മോക്കുകൾ എങ്ങനെയാണ് ഹേമേനെ ഹെൽപ്പ് ചെയ്തത്? ഡെഫിനറ്റ്ലി. അപ്പോൾ ആദ്യം തന്നെ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നുകൊണ്ട് ഒരുപാട് മോക്കൊന്നും എടുക്കാൻ പറ്റിയില്ല. പക്ഷേ പിയർ മോക്ക് സ്റ്റാർട്ട് ചെയ്ത പിന്നെ ഓൾമോസ്റ്റ് ഡെയിലി ഞങ്ങൾ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഞാനും വേറെ 2 പേരായിരുന്നു, സാഗ ആൻഡ് അശ്മിൽ. അപ്പോൾ അവരും ഫസ്റ്റ് അറ്റംപ്റ്റിൽ ചെയ്യുന്നവരും, അവർക്കും ജാനുവരി തന്നെ ആയിരുന്നു ഇൻ്റർവ്യൂ. അപ്പോൾ എല്ലാവരും അതേ സീരിയസ്നെസ്സോടെ തന്നെ ആയിരുന്നു ചെയ്യുന്നത്. അപ്പോൾ നമ്മളതിന് ടൈം വേസ്റ്റ് ആവുന്നില്ലായിരുന്നു അവിടെ. എന്നിട്ട് നമ്മൾ ഡാഫിൽ എല്ലാ ആസ്പെക്റ്റിനെ പറ്റി ഇപ്പോൾ എന്നും ഇരിക്കുമ്പോൾ ക്വസ്റ്റ്യൻസ് തീരുമല്ലോ. അപ്പോൾ നമ്മൾ ഇന്നോവേറ്റീവായിട്ട് കുറേ ക്വസ്റ്റ്യൻസ് എവിടെന്നെങ്കിലുമൊക്കെ കണ്ടുപിടിച്ചൊക്കെ ചോദിക്കാമായിരുന്നു. അപ്പോൾ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. അപ്പോൾ ഡെയിലി നമ്മളിപ്പോൾ ഒരു കാര്യം ടോപ്പിക്ക് പഠിച്ചാൽ അന്ന് വൈകിട്ട് അതിനെപ്പറ്റി ക്വസ്റ്റ്യൻസ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കും, അല്ലെ പുതിയ പോയിന്റ്സ് അവരുടെ പോയിന്റ്സ് ഞാൻ യൂസ് ചെയ്യും. അങ്ങനെ നമുക്ക് ആൻസേഴ്സ് മോഡിഫൈ ചെയ്യാനൊക്കെ ഭയങ്കര ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. അപ്പോൾ ഒരു സ്പീക്കിംഗ് പ്രാക്ടീസും അതേപോലെ കണ്ടന്റ് പുതിയ ഡിഫറെൻറ്റ് ഐഡിയാസ് കിട്ടാനും ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ ഇപ്പം പ്രിലിംസിന് പഠിക്കുന്നവർക്കായാലും മെയിൻസിന് പഠിക്കുന്നവർക്കും ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കും ഒക്കെ ഉള്ളൊരു ഡൗട്ടാണ്, എങ്ങനെയാണ് ഇത്ര വാസ്റ്റായിട്ടുള്ള കറണ്ട് അഫെയർസിനെ നമ്മുടെ ഉള്ളിലാക്കുക, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനെ ഒന്ന് മാനേജ് ചെയ്യുക എന്നുള്ളത്. അപ്പം ഹേമ എങ്ങനെയാണ് കറണ്ട് അഫെയർസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ മാനേജ് ചെയ്തത്? കറണ്ട് അഫെയർസ് ഞാൻ ഡെയിലി ന്യൂസ് പേപ്പർ വായിക്കുമായിരുന്നു. ഒരു പ്രിലിംസിന് തൊട്ട് മുൻപ് വരെ വായിക്കുമായിരുന്നു. അതിന് ശേഷം പിന്നെ കുറച്ച് ടൈമിൻ്റെ ഡിഫിക്കൽട്ടി ഉണ്ടായിരുന്നു. അതിന് മുന്നേ വരെ വായിക്കായിരുന്നു. ചെറിയ നോട്ട് ഉണ്ടാക്കുമായിരുന്നു. ഞാൻ ആക്ച്വലി പണ്ടൊട്ടേ ന്യൂസ് പേപ്പർ വായിക്കുന്ന ആളാണ്, സ്കൂളിലൊക്കെ വെച്ച് വായിക്കുമായിരുന്നു. സോ കുറച്ചൊരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് എനിക്ക് കുറച്ച് എളുപ്പമായിരുന്നു കറണ്ട് അഫെയർസ് ഗ്രാസ്പ് ചെയ്യാൻ. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് മന്ത്ലി മാഗസിൻസ് ഒക്കെ വായിക്കാൻ നോക്കി. പക്ഷെ അത് അത്ര സക്സസ്ഫുൾ ആയില്ല, അല്ലെങ്കിൽ ഔട്ട്പുട്ട് റിട്ടേൺ കുറവായിരുന്നു അതിൽ. ഐ തിങ്ക് ന്യൂസ് പേപ്പർ കൺസിസ്റ്റൻ്റ്ലി വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ജനറൽ അവയർനെസ് ഉണ്ട് കാര്യങ്ങളെ പറ്റി. അതാണെന്ന് തോന്നുന്നു കുറച്ചുകൂടെ യൂസ്ഫുൾ, മോർ ദാൻ ഒരു സ്പെസിഫിക് ഫാക്ട്. ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ് പലപ്പോഴും നമുക്ക് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അതും പിന്നെ സ്റ്റാറ്റിക് തന്നെയാണ് എപ്പോഴും കിങ്. അപ്പോൾ സ്റ്റാറ്റിക് സോൾവ് ആക്കുക, അതിന് ശേഷം മാത്രം കറണ്ട് അഫെയർസിലേക്ക് ഫോക്കസ് ചെയ്യാറുണ്ട്. പിന്നെ ഒരുപാട് ആൾക്കാരുണ്ട്, അവർ വീട്ടിൽ തന്നെ ഇരുന്ന് പ്രിപ്പയർ ചെയ്യും, അല്ലെങ്കിൽ ഡൽഹിയിൽ പോകണമെന്ന് വിചാരിക്കും. സോ പക്ഷേ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു 4-5 വർഷമായിട്ട് ഒരുപാട് സക്സസ് ട്രിവാൻഡ്രം എക്കോസിസ്റ്റത്തിൽ നിന്ന് വരുന്നുണ്ട്. സോ ഹേമൻ എങ്ങനെയാണ് ആ ഒരു ട്രിവാൻഡ്രം എക്കോസിസ്റ്റം സിവിൽ സർവീസിൻ്റേത് ഹെൽപ്പ് ചെയ്തത്? ഞാൻ ആദ്യം കുറച്ച് നാൾ വീട്ടിലിരുന്നായിരുന്നു പഠിച്ചത്. ഓൺലൈനായിട്ട് ക്ലാസ്സൊക്കെ കയറുന്നത്. അത് കഴിഞ്ഞാണ് പിന്നെ ഓഫ്ലൈൻ വന്നത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ അല്ലേ എല്ലാവരും പഠിക്കുന്ന കാണുമ്പോൾ നമുക്കതൊരു മോട്ടിവേഷനാണ് പഠിക്കാൻ, അല്ലെങ്കിൽ നമുക്കൊരു ഹെൽപ്പ് ചോദിക്കാൻ. നെറ്റ്വർക്കിംഗ് ആണെങ്കിലും ഒരുപാട് യൂസ്ഫുൾ ആണ്. ട്രിവാൻഡ്രത്തിന് വന്ന് നിൽക്കുന്നത്, അതിനൊരു ഹെൽപ്പുണ്ട്. അതേപോലെ കുറേ ഓപ്പൺ ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാനും ഓപ്പൺ മോക്ക് ഇൻ്റർവ്യൂസും മറ്റു കാര്യത്തിനും ഒരുപാട് ആക്സസ് ഉണ്ട്. റിസോഴ്സസ് ആളുകൾ എളുപ്പം കിട്ടാൻ ട്രിവാൻഡ്രത്ത് ആ ഒരു എക്കോസിസ്റ്റം ഹെൽപ്പ് ചെയ്യും. പിന്നെ റീഡിംഗ് റൂം യൂസ് ചെയ്യേണ്ടവർക്ക് അതും ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. ആ ഒരു എക്കോസിസ്റ്റത്തിനുള്ളിൽ ഇരുന്ന് പഠിക്കുമ്പോൾ നമുക്ക് റൈറ്റ് ഗൈഡൻസ് കിട്ടാൻ കുറച്ചുകൂടെ എളുപ്പമാണ്. വീട്ടിലാകുമ്പോൾ ഒരു ലോൺലിനെസ് ഉണ്ടാവും ചിലപ്പം ഇരുന്ന് പഠിക്കുന്നവർക്ക്. ഇവിടെ നമുക്ക് കുറച്ച് പീസ് കിട്ടും. നമ്മൾ ആ ഒരു വീട്ടിലെ കെയോസ് അല്ലെ ഒരു ചുറ്റുമുള്ള ആളുകളിൽ നിന്നൊന്നും മാറി നമുക്ക് പ്രിപ്പറേഷനിലേക്ക് ഫോക്കസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇവിടെ വന്ന് നിൽക്കാൻ പറ്റും.